ബഹുമാനപ്പെട്ട ഇന്നത്തെ ട്രയാങ്കിളിൻ്റെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ജസ്റ്റിസ് അബ്ദുൾ റഹീം സർ, വേദിയിലുള്ള ബിന്ദു മനോഹരൻ, ശ്രീ എ വി അനിൽകുമാർ, അഡ്വക്കേറ്റ് കെ വി മോഹൻ, ശ്രീ കല്യാൺ മോഹൻദാസ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ട്രയാങ്കിളിൻ്റെ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, ട്രയാങ്കിൾ എന്ന ആശയം രൂപം കൊണ്ടത് തന്നെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പരിപാടികൾ അവതരിപ്പിക്കുന്നതിനും ജനങ്ങളിലേക്ക് അവബോധം സൃഷ്ടിച്ചുകൊണ്ട് ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും വേണ്ടി കൂടിയാണ് ട്രയാങ്കിൾ എന്ന ഈ ആശയം ഞങ്ങൾ രൂപപ്പെടുത്തിയത്. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, 3 ആംഗിൾ വരുന്നതാണ് ഒരു ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ രൂപപ്പെടണമെങ്കിൽ 3 ആംഗിളും ഒരു പ്രത്യേകതയിൽ വന്നെങ്കിൽ മാത്രമേ ഒരു ട്രയാങ്കിൾ രൂപപ്പെടുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ മറ്റേ ആംഗിൾ 60 ഡിഗ്രിയിൽ വന്നില്ലെങ്കിൽ അത് ട്രയാങ്കിൾ ഫോം ചെയ്യില്ല. അതുപോലെ തന്നെ ഒരു ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ മറ്റൊന്ന് 40 ഡിഗ്രിയിലാണോ, അല്ലെങ്കിൽ ഒന്ന് 41 60 ഒരുപക്ഷെ തമ്മിൽ കൂട്ടിമുട്ടില്ല, ട്രയാങ്കിൾ ആവില്ല. അതുകൊണ്ട് ഒരു നിശ്ചിത അളവിൽ കൃത്യമായി ഇത്തരത്തിൽ 3 ആംഗിളുകൾ വരും മാത്രമാണ് ഒരു ട്രയാങ്കിൾ രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് ട്രയാങ്കിൾ എന്ന പേര് തന്നെ കൊടുക്കാൻ കാരണം ഇന്ത്യ എന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും നമുക്കറിയാം. നമ്മുടെ ജനാധിപത്യമാണെങ്കിലും സോഷ്യലിസം ആണെങ്കിലും, അല്ലെങ്കിൽ അതുപോലെ തന്നെ മതേതരത്വം, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഫെഡറലിസം ആണെങ്കിലും, അതെല്ലാം ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ ഇന്ത്യ നിലനിൽക്കുകയുള്ളൂ എന്ന ആശയം കൊണ്ടാണ് ആ 3 ആംഗിളിന് ഞങ്ങൾ പേര് കൊടുത്തു. ഒന്ന് ജനാധിപത്യം, ഒന്ന് മതേതരത്വം, ഒന്ന് ഫെഡറലിസം. ഈ 3ഉം ഒരേപോലെ കൂട്ടിമുട്ടിയെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ ഭാവി അതേതിൽ നിലനിന്ന് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ട്രയാങ്കിൾ എന്ന പേര് കൊടുക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വ്യത്യസ്തമായ ആ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യത്യസ്തമായി ഇത്തരം പരിപാടികൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ ബോധവാന്മാരാക്കുക. ഈ അവസരത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തതെന്ന് ചോദിക്കാം. നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്ത് ഇലക്ഷനുകൾ വരികയാണ്. ത്രിതല പഞ്ചായത്തിനെ പറ്റി പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളിൽ പലർക്കും, ഞാൻ തന്നെ നമ്മുടെ കെ വി അനിൽകുമാറിന്റെ സാറിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് അതിന്റെ പ്രാധാന്യത്തെ പോലും, ഞാൻ സത്യം 2 പ്രാവശ്യം അസംബ്ലിയിലേക്ക് മത്സരിച്ച് വാക്കാണെങ്കിൽ പോലും പഞ്ചായത്ത് നഗരപാലിക ബില്ലിന്റെ അതിന്റെ ബേസ്, അതുകൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ച് ഞങ്ങൾ പാർട്ടി NCPയുടെ തന്നെ ഒരു ക്യാമ്പ് കിലയിൽ വെച്ച് നടത്തില്ല. അവിടെ പൊളിറ്റിക്കൽ പാർട്ടി കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആളുകൾക്ക് ട്രയാങ്കിളിന്റെ കീഴിൽ ഒരു 2 ദിവസത്തെ ഒരു ക്ലാസ് നടത്തി. അതിൽ അദ്ദേഹം അന്ന് നടത്തിയ ക്ലാസ്സിൽ വളരെ വ്യക്തമായി എല്ലാവർക്കും ബോധ്യപ്പെട്ടു എങ്ങനെയാണ് ഒരു ഗ്രാമപഞ്ചായത്ത് അത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞ 2-3 വരികൾ വളരെ കൃത്യമാണ്, ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമ്മളിപ്പോൾ ലോകസഭ എന്ന് പറഞ്ഞാൽ അത് ദേശീയ തലത്തിൽ നിയമനിർമ്മാണ സഭയാണ്. നിയമസഭ എന്ന് പറയുമ്പോൾ അത് ഓരോ സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ്. നമുക്കതിൽ ഇൻവോൾവ്മെന്റ്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ മാത്രമാണ് അവർക്കാണ് അവിടെ റോള്. അപ്പോ നമുക്കെല്ലാവർക്കും റോളുള്ള, നാം പങ്കെടുക്കേണ്ട ഒരു സഭയാണ് ഗ്രാമസഭ, അല്ലെങ്കിൽ അതിന്റെ കീഴിൽ വരുന്ന വാർഡ് സഭ. വാർഡ് സഭ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളാരും പോയൊരു എണ്ണിയ 2, 3, 4, 5 ആളുണ്ടാവും. അതിൽ ആരും വാർഡ് സഭയിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല. അവിടെയാണ് തെറ്റ്. അപ്പൊ വാർഡ് സഭകളിൽ നമുക്ക് പ്രാതിനിധ്യമുണ്ട്. നമുക്ക് നമ്മുടെ വാർഡുകളിൽ 30% ആളുകളും പങ്കെടുക്കണം. നമ്മൾ അവിടെ തീരുമാനിക്കുന്ന ആ തീരുമാനമാണ് ആ വാർഡിൽ നടപ്പിലാക്കാൻ കഴിയൂ എന്നുള്ളത്. നമുക്കൊരു ഡയറക്റ്റ് റെപ്രസെന്റേഷനാണ് അവിടെ വരുന്നത്. മറ്റുള്ളവരുടെ നമുക്ക് ഡയറക്റ്റ് റെപ്രസെന്റേഷൻ വരുന്നില്ല. വാർഡിൽ തെരഞ്ഞെടുപ്പെട്ട ഒരാളുണ്ടെങ്കിലും അവിടെ നടപ്പിലാക്കേണ്ട കാര്യം തീരുമാനിക്കുന്ന നമ്മളാണ്. പക്ഷെ ഇന്ന് നടക്കുന്ന എന്താ, എല്ലാ വാർഡ് സഭകളിലും അവിടുത്തെ വാർഡ് മെമ്പർ ഉണ്ടാവും, വൈസ് പ്രസിഡന്റോ പങ്കെടുക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഈ വികസന സമിതിയുടെ ആരെങ്കിലും ഉണ്ടാവും. ബാക്കി ഏത് വാർഡ് മെമ്പർ ഏത് പാർട്ടിയിലാണോ ആ പാർട്ടിയിൽ ആരെങ്കിലും കുറച്ച് പേരുണ്ടാവും. പൂർണ്ണമായി അത് ഈ പറയുന്ന നിഷ്കർഷിച്ചിട്ടുള്ള ആ ഭൂരിപക്ഷം ആൾ പങ്കെടുക്കാത്തതിൽ പിന്നീട് എന്ത് ചെയ്യും, നമ്മളെ ഈ തൊഴിലുറപ്പുകളെ കൊണ്ടോ അല്ലെങ്കിൽ കുടുംബശ്രീക്കാരെ കൊണ്ടോ ആശാ വർക്കർമാരെ കൊണ്ടോ പിന്നീട് ഒപ്പിട്ടുകൊണ്ട് അത് അവർ പാസ്സാക്കിയെടുക്കുന്നു. അതിന്റെ കുറ്റം നമ്മളിൽ തന്നെ നമുക്ക് കാണുന്നത്, നമ്മൾ പങ്കെടുക്കുന്നില്ല എന്ന് തോന്നുന്നു.
അപ്പൊ അത്തരത്തിൽ നമുക്ക് പ്രതിനിധാനം ചെയ്യുന്ന ആ വാർഡ് സഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് വരുന്നത് പറയുമ്പോൾ നാം തെരഞ്ഞെടുക്കേണ്ട ആരെയാണ്? നമുക്ക് എല്ലാവർക്കും അതിൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പൊ സാധാരണയായി നമ്മൾ ഒരു ഇലക്ഷൻ നിൽക്കുമ്പോൾ ചെല്ലും, നമ്മൾ നോട്ടീസ് കൊടുക്കും, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയും. അങ്ങനെ അത് കൂടുതലും പറയില്ല, തിരിച്ചു പോരും. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ഈ റാങ്ക് ഉദ്ദേശിക്കുന്നത് ഒരു വീട്ടിലെ ഒരാളെ കാണുമ്പോൾ എന്തിനു വേണ്ടി ഞാൻ നിൽക്കുന്നു, ഞാൻ എന്തിനു വേണ്ടി ഈ വാർഡ് പ്രതിനിധാനം ചെയ്യണം, ഇവിടെ വരേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയണം. അതിനു കൂടിയുള്ള ഒരു ക്ലാസ്സാണ്. അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ വാർഡ് സഭകളെ കുറിച്ചും അല്ലെങ്കിൽ ഗ്രാമസഭയെ കുറിച്ചും കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. പണ്ട് ഒരാളെ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം ക്ഷണിക്കാനായിട്ട് സഹോദരിയുടെ വീട്ടിൽ ചെന്നു. സഹോദരി കുറച്ച് ദൂരെയാണ്, തലേദിവസം ചെന്ന് അവിടെ താമസിച്ചു. അവരുമായിട്ട് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് ശരി വരട്ടെ എന്ന് പറഞ്ഞു പോന്നു. അദ്ദേഹം വീട്ടിലെത്തുന്നതിന് മുമ്പ് സഹോദരി വിളിച്ചു പറഞ്ഞു, ചേട്ടൻ വന്നു, കല്യാണക്കാരൊക്കെ പറഞ്ഞു, പക്ഷെ അളിയനെ ക്ഷണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അവ വീണ്ടും പിന്നെ അളിയനെ ക്ഷണിക്കാൻ വേണ്ടി പോകണ്ടോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ പോവും, എല്ലാ വിശേഷങ്ങളും പറയും. പക്ഷെ എന്റെ ചിഹ്നം ഇതാണ്, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചില്ലെങ്കിൽ അവിടെ നിങ്ങൾ വോട്ട് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്ന ഇത് പലർക്കും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ തന്നെയാണ് പ്രസംഗിക്കുന്ന പലരും സ്റ്റേജിൽ കയറിക്കൊണ്ട് ഉഗ്രൻ അത്യുഗ്രൻ പ്രസംഗം നടത്തും. പക്ഷെ അവസാനം എന്റെ ചിഹ്നം ഇതാണ്, ഇത് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് പറയാതെ ഇറക്കുന്ന ചില ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ ഉദാഹരണമായി പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ വളരെ കൃത്യമായിരിക്കണം നാം പറയുന്നത്. നാം ഒരു വോട്ട് ചോദിക്കേണ്ടതാണ്, ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പൊ ഗ്രാമസഭകളിൽ നാം ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രാധാന്യം എന്താണ്? ഗ്രാമസഭയുടെ പ്രാധാന്യം നമുക്കറിയാം. ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജിലൂടെ അതിന്റെ പിൽക്കാലത്താണല്ലോ നഗരപാലിക ബില്ലെല്ലാം UPA ഗവൺമെന്റ് പാസാക്കി. പക്ഷെ അത് പിന്നീട് സർക്കാരുകൾ എന്ത് ചെയ്തു? ആ ബില്ലുകളിലെ പല വ്യവസ്ഥകളും പിന്നീട് അവർ മാറ്റപ്പെട്ടു. ഞാൻ ഉദാഹരണം മാത്രം പറയാം. ഇപ്പൊ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പണ്ട് ഒരു ബാർ അനുവദിക്കണമെങ്കിൽ പഞ്ചായത്തുകൾക്കായിരുന്നു അധികാരം. ഇന്ന് അത് എടുത്തു കളഞ്ഞു. അന്ന് 100 ബാർ ഉണ്ടായിരുന്നു. ഇപ്പോ 1000 ബാറുകളായി. സർക്കാരിന് അധികാരം കൊടുത്തു, സർക്കാർ ഇത് ഏറ്റെടുത്തു. ഒരുപക്ഷെ ഗ്രാമസ്വരാജ് ശരിയായ നിലയ്ക്ക് ഇവിടെ വിഭാവനം ചെയ്ത നിലയ്ക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ 21 മന്ത്രിമാരുടെ ആവശ്യമില്ല, വെറും 11-12 മന്ത്രിമാരുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. കാരണം തട്ടിൽ തീരുമാനം എടുക്കുന്നതിലേക്കാണ് ആ ഗ്രാമസ്വരാജിന്റെ വിഭാവനം മഹാത്മാഗാന്ധി ചെയ്തിട്ടുള്ളത്. അപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ആ ഗ്രാമസ്വരാജിലേക്ക് നാം മടങ്ങേണ്ടതുണ്ട്. എല്ലാവർക്കും അതിൽ വ്യക്തമായി കാര്യങ്ങൾ പറയാനുള്ള ആ ഗ്രാമസഭകളിൽ, ആ വാർഡ് സഭകളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ ആശയങ്ങൾ പങ്കുവെച്ച് മാറ്റങ്ങൾ ഇവിടെ ഉൾക്കൊള്ളണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ മത്സരിക്കുന്നതെന്ന് പറയാൻ നമുക്ക് ഓർത്ത് കഴിയണമെങ്കിൽ ഇത് ഇത്തരത്തിൽ ഒരു സെമിനാറിലൂടെ, ഒരു ക്ലാസ്സിലൂടെ മാത്രമേ നിങ്ങൾക്ക് കഴിയുള്ളൂ എന്നുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഈ സെമിനാർ ഇവിടെ മാത്രമല്ല കേരളത്തിൽ വ്യത്യസ്തമായ പല സ്ഥലങ്ങളിലും 5 സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട്. അതിന്റെ ആദ്യത്തെ എറണാകുളത്ത് വെച്ച് നടത്തിയിരുന്നു, രണ്ടാമത്തെ നിന്നുണ്ട്, നാളെ കോഴിക്കോടുണ്ട്, അത് കഴിഞ്ഞാൽ തിരുവനന്തപുരമുണ്ട്, കൊല്ലമുണ്ട്, ഇടുക്കി, പല സ്ഥലങ്ങളിലും, അതുപോലെ മലപ്പുറം, പാലക്കാടെല്ലാം നടത്തുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളെ ബോധവാന്മാരാക്കി അവർക്ക് ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അവർ മത്സരിക്കേണ്ടത്. കാരണം ഇന്ന് അഴിമതി കൊടികുത്തു വാഴുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല ഇന്ന് കാലത്ത് TV ഓൺ ചെയ്തപ്പോൾ ആദ്യം കാണുന്നതാണെങ്കിൽ ഒരു ട്രാവലർ, റോഡിൽ പാർക്ക് ചെയ്യുന്ന ട്രാവലർ വെള്ളത്തിൽ ഒഴുകി പോകുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ കാലത്ത് TV-യിൽ. ഇടുക്കിയിൽ ആണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു വീട്ടിൽ, ഒരാളുടെ വീട്ടിൽ 2 പാമ്പ് കയറി കുടുംബം ഒന്നിച്ച് അവിടുത്തെ MLA വന്നിട്ട് രക്ഷപ്പെടുത്തി എന്ന് പറയുന്നു. ഇതെന്തുകൊണ്ട് സംഭവിച്ചു നാം ആലോചിക്കണ്ടേ? ഇന്ന് കേരളത്തിലുള്ള എല്ലാ ഡാമുകളിലും ഗവൺമെന്റിന്റെ പറഞ്ഞ 30% വെള്ളം സ്റ്റോർ ചെയ്യാൻ സൗകര്യമുള്ളൂ. 70% ചെളിയും മണലുമാണ്. ആ ചെളിയും മണലും നീക്കിയാൽ ഈ ഡാം തുറക്കേണ്ട ആവശ്യമുണ്ടോ? ഇതുപോലെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിന് നമുക്ക് കഴിയുന്നില്ല. അതിന്റെ പിന്നിലെ ചില ഇതുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കില്ല, കാരണം ഇതൊരു രാഷ്ട്രീയ ഇതല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇത്തരത്തിൽ മാറ്റങ്ങൾ ഓരോ പഞ്ചായത്തിലും, കളമശ്ശേരി മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ഇവിടെ തേയിലൂർ മുനിസിപ്പാലിറ്റി എടുത്താൽ ജനുവരി കഴിഞ്ഞാൽ കുടിവെള്ളം കൊടുക്കുന്ന ടാങ്കറിലാണ്. നമുക്ക് 44 നദികളിൽ 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ട്. ആ 41ന്റെ 2 വശങ്ങളിലും
അതും ഇതുപോലെ വെള്ളപ്പൊക്കം വരികയാണ്, മണൽ മാറ്റാത്തതുകൊണ്ട്. അവിടെ വേറെ കച്ചവടമാണ്. പണ്ട് മണൽ മാറ്റിയപ്പോൾ അത്ര പ്രശ്നങ്ങളില്ല. ആ മണൽ മാറ്റിക്കൊണ്ട് 5 കിലോമീറ്ററിൽ ഓരോ ബണ്ടുകൾ കെട്ടിക്കൊണ്ട് വെള്ളത്തിന് ചെയ്യാൻ കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്തിലും കുടിവെള്ള പദ്ധതികൾ 5 വർഷം കൊണ്ടുണ്ടാക്കാൻ കഴിയും. അങ്ങനെ നടന്നാൽ അതിനുള്ള ഫണ്ടിലേക്ക് ഈ മണൽ എടുത്ത് വിൽക്കുന്ന പഞ്ചായത്തിന്റെ വരുമാനവും എല്ലാ വർഷവും ടാങ്കർ ലോറികളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസയും ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ 5 കൊല്ലം കൊണ്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും കുടിവെള്ള പദ്ധതി ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ ചിന്തിക്കുന്നവരായിരിക്കണം ഇത്തരത്തിൽ ആ വാർഡിൽ നടത്തേണ്ട, അല്ല ഒരു ലൈറ്റ് ഇട്ടു അല്ലെങ്കിൽ റോഡ് നന്നാക്കിയത് മാത്രമല്ല പഞ്ചായത്തുകളുടെ ആവശ്യം. സാധാരണക്കാരെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള പദ്ധതികൾ കൊണ്ടൊന്ന് വിജയിപ്പിക്കുന്നതിനായിരിക്കണം, അതിന് കഴിവുള്ളവരായിരിക്കണം ആ വാർഡിൽ നിന്ന് ജയിക്കേണ്ടതും മത്സരിക്കേണ്ടതും. അതിലേക്ക് അങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വരുന്നതിന് കൂടി വേണ്ടിയാണ് ഈ സെമിനാർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നതിൽ ഇവിടെ നല്ല ക്ലാസ്സുകളും അതുപോലെ തന്നെ നന്നായി ഈ വിഷയത്തിൽ നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ജസ്റ്റിസ് അബ്ദുറഹീം സാഹിബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇന്ന് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ ജസ്റ്റിസ് അബ്ദുറഹീം സാഹിബിനെ ക്ഷണിക്കുകയാണ്. താങ്ക് യു.